ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ബേബിക്ക് വേണ്ടി വാങ്ങിയ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് ഒരു ഫീഡിങ് പില്ലോ ആണ്. ഇതിവിടെ വെച്ചിട്ട് നമുക്കൊരു മസ്ലിൻ ക്ലോത്ത് എടുക്കാം. അത് ബേബിക്ക് കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് ഇത് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ബേബീനെ മസ്ലിൻ ക്ലോത്തിൽ മൂടും. പിന്നെ അടുത്തത് ഒരു നല്ല കംഫർട്ടബിൾ ബ്ലാങ്കറ്റാണ്. ഇതൊരു ബെഡാണ് കേട്ടോ. ഇത് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു പില്ലോ ആണ്. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് കടക്കാം. ഈ അലമാര നമുക്ക് തുറക്കാം. ഫസ്റ്റ് വരുന്നത് ഈ സംഭവമാണ്. ഇത് ബേബിയുടെ ഹെയർ ബോസ് ഒക്കെയാണ് കേട്ടോ. അതുപോലത്തെ കുറേ ഉണ്ട്, പക്ഷേ ബേബി ഇടുന്നത് ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ഇച്ചിരി കർച്ചീഫ്സ് ആട്ടോ ഗൈസ്. ഇനി കുറച്ച് ഡ്രസ്സിന്റെ സെക്ഷൻ ആവാം. ബേബിക്ക് കുറേ ജാക്കറ്റ് അങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് ഡൈബേഴ്സ് ആണ്. സൂപ്പർ ബട്ടൺസ് ഊനോ എന്നാ വാങ്ങിയതാണ്. കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇത് തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ഡൈപ്പേഴ്സിന്റെ ഉള്ളിൽ വെക്കുന്ന ഇൻസേർട്സ് ആണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടാ. എന്തായാലും ബേബീസിന് യൂസ്ഫുൾ ആയല്ലേ. ഇത് പുതിയ മോഡൽ ഡൈപ്പേഴ്സ് ആണ് ഗൈസ്. ഇതിൻ്റെ കളറൊക്കെ നല്ല റെയറാണ്. ഇതാ ഈ 3 എണ്ണം നമ്മുടെ സ്റ്റഫീസ് വെക്കുന്ന ഒരു ബോക്സ് ആണ്, സ്റ്റോറേജ് ബോക്സ്. ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതാണ് നമ്മുടെ സ്റ്റഫീസ്. ഈ മുയൽക്കുട്ടീനെയാണ് ബേബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്റ്റഫി. ഇനി അടുത്തത് സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പാവക്കുട്ടിയാണ്. ഇനി ഇതൊരു ടൈഗറാണ് കേട്ടോ ഗായ്സ്. ഇത് ഒരു മോസ്കിറ്റോ നെറ്റാണ്. ഇത് യൂസ് ചെയ്യാറൊന്നുമില്ല, പക്ഷേ എന്നാലും നമുക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യാമല്ലോ. ബേബിയുടെ വാക്കർ കണ്ടില്ലേ? ഇത് ഒരു ഫീഡിങ് ചെയർ ആണ്. ബേബിക്ക് ഇതിലിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാട്ടോ. ബേബിയുടെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടർ ബേബിയുടെ ഫീഡിങ് ചെയറിൽ തന്നെ ഇരിക്കുന്നത് കണ്ടില്ലേ? ഈ ചെയറിൽ ഇരുന്നാണ് ബേബി TV കാണാറ്. ബേബിക്ക് 2 തൊട്ടിലുണ്ട്. ഇത് ലൈലയിലുള്ള തൊട്ടിലാണ്. ബേബിക്ക് നല്ല ഇഷ്ടമാണ്. ഇതാണ് സെക്കൻഡ് തൊട്ടിൽ. ഇത് ഓട്ടോമാറ്റിക് ആണ്. റിമോട്ട് വെച്ചാണ് നമ്മൾ കൺട്രോൾ ചെയ്യണേ. ഇതിൽ സോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ബേബിയുടെ കുറച്ച് ബോക്സസ് ഒക്കെ കാണാം. ഇതാണ് നമ്മുടെ ഫീഡിങ് ബോട്ടിൽസ്. ബേബിക്ക് ടോട്ടൽ 3 ബോട്ടിൽസ് ഉണ്ട്. പിന്നെ ഇതൊരു ഫ്രൂട്ട് നിപ്ലറാണ്. പിന്നെ ഡൈപ്പർ റാഷ് ക്രീമും പിന്നെ ഒരു സിറ്റാഫിലിൻ്റെ ക്രീമും ആണ് ഗൈസ്. ഇനി ഇച്ചിരി കോംസ് ആയാലോ. ഇത് ബേബി ഇപ്പോൾ യൂസ് ചെയ്യണ വാട്ടർ ബോട്ടിലാണ്. ഇത് ലവ് ലാപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്.
പിന്നെ ഇത് ബേബി ഹഗ്ഗിന്ന് വാങ്ങിച്ച ഒരു പ്ലേറ്റാണ്. ഇതിപ്പോൾ ബേബിക്ക് ഭക്ഷണം കൊടുക്കാൻ യൂസ് ചെയ്യണ ഇച്ചിരി ഐറ്റംസാണ്. ഇതിലാണ് ബേബി ജ്യൂസ് കുടിക്കാറുള്ളത്. ഇത് ടപ്പർവെയറിൻ്റെ ഒരു പ്ലേറ്റാണ്. പിന്നെ ഇതൊരു ബ്രഷാണ്. ബേബി കുഞ്ഞായിരുന്നപ്പോൾ യൂസ് ചെയ്തിരുന്നതാണ്. ഇത് ഒരു സ്റ്റോറേജ് ബോക്സാണ്. പിന്നെ ഈ കുഞ്ഞേത് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് കുറച്ച് ഹെയർ ആക്സസറീസ് ആണ്. ഇത് ഹെർബൽ കാജലാണ്. ഞാനിത് വെച്ചിട്ടാണ് ബേബിക്ക് എപ്പോഴും കണ്ണെഴുതി കൊടുക്കാറ്. എല്ലാം ഒന്ന് പെയറാക്കി വെക്കാം. അങ്ങനെ എനിക്ക് ഇച്ചിരി ലുക്ക് ഉണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കാം. ഇത് നമ്മുടെ നോസിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമില്ലേ, അതായിരിക്കും. അതന്നെ. പിന്നെ ഇത് നമ്മുടെ ടെമ്പറേച്ചർ നോക്കാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് ബേബിക്ക് പനിയൊക്കെ വരുമ്പോൾ സ്പഞ്ചിങ് ചെയ്യാൻ എടുക്കുന്നതാണ്. ഇതൊക്കെ ഇച്ചിരി മെഡിസിൻ ആയിരിക്കും. ഇതൊരു ടമ്മി റോളറാണ്. കുട്ടികൾക്ക് വേദന എടുക്കുമ്പോൾ തേച്ച് കൊടുക്കാമല്ലോ. പിന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ജലദോഷമൊക്കെ വരുമ്പോൾ നമുക്ക് സിക്കാകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഡ്രോപ്പറാണ്. ഇത് നേസൽ ഡ്രോപ്സ് ആണ്. ഇത് ബേബിയുടെ ഇച്ചിരി ടോയ്സ് ആണ്. ഇത് ഇച്ചിരി റിങ്സ് ആണ്. ഇത് നമ്മുടെ കാക്ടസ് പ്ലാന്റ് ആണ്. ഇത് സൈലോഫോൺ ആൻഡ് പിയാനോ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതൊക്കെ ഇത്തിരി ടോയ്സ് ആണ്. ഇത് റോളിപ്പോളിയാണ്. ഇത് താഴത്ത് നിർത്തിയ ഒട്ടും താഴത്ത് നിൽക്കൂല. ഇത് എൻ്റെ ഒരു ട്രെയിനാണ്. കോഴികൾ. ഓ മൈ ഗോഡ്, ബേർഡ്സ്. ഇതൊരു ബാത്ത് ടബാണ്. ആദ്യം ആ ടെഡി ബെയറിൽ കിടത്താം. പിന്നെ ബേബീസ് വലുതായാൽ അത് മാറ്റിയിട്ട് ബാത്ത് ടബ് മാത്രമായിട്ട് കുളിപ്പിക്കാം. ഇതൊരു ഷവർ മഗ്ഗാണ്. പിന്നെ ഇതൊരു ഷവർ ക്യാപ്പാണ്. ബേബി യൂസ് ചെയ്യണത് ടെഡി ബാർ സോപ്പാണ്. ഞാൻ ചെറുപ്പത്തിൽ ഈ ടെഡി ബാർ സോപ്പ് തന്നെയാണ് യൂസ് ചെയ്യണത്. ഇതൊരു പോട്ടിയാണ് ഗൈസ്. ഇത് ലൗലാപ്പിന്ന് വാങ്ങിച്ചതാണ്. ഇതെൻ്റെ പണ്ടത്തെ ബുക്സാണ്. എന്നുവെച്ചാൽ ഒരു 5 years ഒക്കെ ആകുമ്പോൾ. ആ സമയത്ത് എനിക്ക് ബുക്സൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ബുക്സിൻ്റെ കളക്ഷനിൽ ഞാൻ വലിയൊരാളാണ് കേട്ടോ. ഇപ്പോൾ ബേബിയാണ് ഈ ബുക്സൊക്കെ യൂസ് ചെയ്യണത്. ഇത് ഇച്ചിരി കാർഡ്സ് ആണ്. ബേബി ഇതിലുള്ള കുറച്ചൊക്കെ പഠിച്ചു. കാർ പഠിച്ചു, സൈക്കിൾ പഠിച്ചു. അതൊക്കെ അവൾക്ക് അറിയാം. ഇതൊരു ABC ഒക്കെ പഠിപ്പിക്കാനുള്ള ഒരു ബുക്കാണ്.
ഇത് ബേബിയുടെ പ്ലേ മാറ്റാണ്. ഇത് സി തീമാണ്. ഈ സംഭവം ഞെക്കിക്കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവും. ഇത് രണ്ടാമത്തെ പ്ലേ മാറ്റാണ്. ഇത് സി ആയതുകൊണ്ട് ബേബിക്ക് കാക്കേനൊക്കെ കാണാൻ നല്ല ഇഷ്ടം കേട്ടോ. ഇത് തിരിച്ചിടുമ്പോൾ ABCD ആയി. ഇതിൽ നിന്ന് ബേബി കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ആപ്പിളൊക്കെ പഠിച്ചിട്ടോ. ഇത് ബേബിയുടെ ഡയപ്പർ ബാഗാണ്. ഇതിലെല്ലാം വെക്കാൻ പറ്റും. പിന്നെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. ക്വാളിറ്റി സ്ട്രീറ്റ് മിഠായി. എൻ്റെ ഫേവറേറ്റ് മിഠായി എന്ന് വെച്ചാൽ ഇതും പിന്നെ ഇതുമാണ്. പിന്നെ ഇതിനാണ് കൂടുതൽ ടേസ്റ്റ് തോന്നാറുള്ളത്. പേർപ്പിൾ പറഞ്ഞു.